നമസ്കാരം. ഇക്കഴിഞ്ഞ 10 വർഷം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അനുഭവങ്ങളോ പ്രതിസന്ധികളോ മോദിക്കോ BJP സർക്കാരിനോ രാജ്യത്തും അതുപോലെ തന്നെ പാർലമെന്റിലും നേരിടേണ്ടി വന്നിട്ടില്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി സഖ്യകക്ഷികളുടെ കാല് പിടിച്ചിപ്പോൾ മുന്നോട്ട് പോകേണ്ടി വരുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ മോദി ഭരണകൂടവും NDA സഖ്യവും. അങ്ങനെ ഏറെ നിസ്സഹായരായിട്ട് മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാനാകുന്നത്. അതിലിപ്പോൾ പ്രിയങ്കയുടെ കൂടി പ്രവേശനം സാധ്യമായതോടെ ആ നിസ്സഹായതയ്ക്ക് കൂടുതൽ ആക്കം കൂട്ടിയിരിക്കുകയാണ്. തൻ്റെ പാർലമെൻറ്റ് പ്രവേശനം ഒരു ചരിത്രമാക്കി മാറ്റിയ പ്രിയങ്ക ഗാന്ധി അതിനിർണായകമായിട്ടുള്ള ഒരു തീരുമാനത്തിൻ്റെ കൂടി ഒരു ഭാഗമാണ് ഇപ്പോൾ. നമുക്കറിയാം, വൺ ഇന്ത്യ വൺ ഇലക്ഷൻ, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന BJPയുടെ പൊള്ളയായിട്ടുള്ള ബില്ലിനെ വോട്ടിങ്ങിലൂടെ പാസ്സാക്കാൻ കഴിയാത്തത് കൊണ്ട് ഇപ്പോൾ അത് JPCയുടെ പരിഗണനയ്ക്കായിട്ട് വിട്ടിരിക്കുന്ന സാഹചര്യമാണ്. ആ JPCയിൽ ഇപ്പോൾ പ്രിയങ്ക കൂടി അംഗമാണ് എന്നുള്ളതാണ് BJPയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. ജനുവരി 8-ാം തീയതിയാണ് വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്ന വിഷയത്തിൽ സംയുക്ത പാർലമെൻ്ററി കമ്മിറ്റി യോഗം ചേരുന്നത്. അതിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, ആ ബില്ല് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്നും സംയുക്ത പാർലമെൻ്ററി സമിതി എല്ലാ വിഷയങ്ങളും വളരെ കൃത്യമായി വളരെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യുമെന്നും കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദ് ഉൾപ്പെടെയുള്ള പല നേതാക്കളും ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. 2 ബില്ലുകൾ അത് ലോക്സഭയിൽ അവതരിപ്പിച്ച മോദി സർക്കാരിൻ്റെ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല്, ആ നീക്കത്തിനെതിരെ ഇടതുപക്ഷ പാർട്ടികളൊക്കെ തന്നെ ശക്തമായി തന്നെ രംഗത്തെത്തുന്ന സാഹചര്യമായിരുന്നു. ഇത് തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തിനും അതുപോലെ തന്നെ സംസ്ഥാനങ്ങളുടെ നിയമസഭകളുടെ അവകാശങ്ങൾക്ക് നേരെയുള്ള ഒരു കടന്നുകയറ്റവും അതുപോലെ തന്നെ നേരിട്ടുള്ള ഒരു ആക്രമണമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷ പാർട്ടികളായിട്ടുള്ള CPI, CPIM, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ലിബറേഷൻ, അതുപോലെ തന്നെ റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി, ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് എന്നിവയുടെ നേതാക്കൾ കഴിഞ്ഞ ദിവസം ദേശീയ തലസ്ഥാനത്ത് യോഗം ചേർന്നത്. നിലവിലത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം അത് കൃത്യമായി ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. ഭരണഘടനയിലെ നിർദ്ദിഷ്ട ഭേദഗതികൾ അത് ഫെഡറൽ സംവിധാനങ്ങൾക്കും അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭകളുടെയും അതുപോലെ തന്നെ ആ നിയമസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളുടെയും അവകാശങ്ങൾക്ക് നേരെ നടത്തുന്ന നേരിട്ടുള്ള ഒരു ആക്രമണമാണ്. അങ്ങനെ 5 വർഷത്തെ കാലാവധി അത് ഏകപക്ഷീയമായി കുറച്ചുകൊണ്ട് ജനങ്ങൾ തങ്ങളുടെ ഇഷ്ടം കേന്ദ്രീകരിക്കുന്നതിനും ഇപ്പോൾ വെട്ടിച്ചുരുക്കുന്നതിനുള്ള ഒരു പ്രക്രിയയായി തന്നെ മാറിയിരിക്കുകയാണ്. ഇടതുപക്ഷ പാർട്ടികൾ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: സഭയിൽ അവതരിപ്പിച്ച ബില്ല് സംസ്ഥാന അസംബ്ലിയിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്താൻ നിർദ്ദേശിക്കുന്ന രീതിയാണ്. എന്നാൽ ഈ ബില്ലിനെക്കുറിച്ച് ആഴത്തിലുള്ള ചർച്ചകൾ നടത്താനായിട്ട് ഇപ്പോൾ സംയുക്ത പാർലമെൻ്ററി സമിതിക്ക് കൈമാറിയിരിക്കുന്ന സാഹചര്യമാണ്. വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്ന ബില്ല് പരിശോധിക്കാനുള്ള 31 അംഗ നിയുക്ത പാർലമെൻ്ററി സമിതിയിൽ കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി, മനീഷ് തിവാരി, NCPയുടെ സുപ്രിയ സുലെ, തൃണമൂൽ കോൺഗ്രസിൻ്റെ കല്യാൺ ബാനർജി, BJPയുടെ P ചൗധരി, ബൻസൂരി സ്വരാജ്, അനുരാഗ് താക്കൂർ എന്നിവർ ഉൾപ്പെടെ 21 ലോക്സഭാ അംഗങ്ങളും രാജ്യസഭയിൽ നിന്നുള്ള 10 അംഗങ്ങളും ഈ പാനലിൽ ഉൾപ്പെടുന്നുണ്ട്. പ്രതിപക്ഷ അംഗങ്ങൾ ഈ പുതിയ നിയമ ഭേദഗതിക്കെതിരെ ഇപ്പോൾ കടുത്ത എതിർപ്പ് അറിയിക്കുകയും അതുപോലെ തന്നെ നിർദ്ദിഷ്ട മാറ്റം അത് ഭരണകക്ഷിക്ക് അനുപാതികമല്ലാത്ത രീതിയിൽ ഗുണം ചെയ്യുമെന്നും തീർച്ചയായിട്ടും സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ അനാവശ്യ സ്വാധീനം ഈ ബില്ല് വരുന്നതിലൂടെ ചെലുത്തുമെന്നും അത് മാത്രവുമല്ല അത് പ്രാദേശിക പാർട്ടികളുടെ സ്വയം ഭരണത്തെ തന്നെ പൂർണ്ണമായിട്ട് ദുർബലപ്പെടുത്തുമെന്നും വാദിക്കുകയുണ്ടായിരുന്നു. എന്നാൽ ഈ ബില്ലിനെ എല്ലാ വിധത്തിലും അതിശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ പ്രതിരോധിക്കാൻ, എതിർക്കാൻ പ്രിയങ്കയും ഇപ്പോൾ മുൻനിരയിൽ നിൽക്കുമ്പോൾ ഒരു ചുവടുമാറ്റം അത് ഈ വിഷയത്തിൽ BJPയെ സംബന്ധിച്ച് അവർക്കുണ്ടാവില്ല എന്ന കാര്യം ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ബില്ല് ഇനി പാസ്സാക്കാനാകാതെ പൂട്ടിക്കെട്ടേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് ഇപ്പോൾ മോദി സർക്കാരിന് മാറേണ്ടി വന്നിരിക്കുകയാണ്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.